ഇവിടെ ഒരു കപ്പൽ നിറച്ച് കടൽ കൊള്ളക്കാർ നിധി അന്വേഷിച്ച് ഒരു ദ്വീപിലേക്ക് വരുന്നു. ദ്വീപിലെത്തിയതും അവരുടെ നേതാവ് ജോലിക്കാരോടെല്ലാം ദ്വീപ് മുഴുവൻ കുഴിച്ച് ട്രഷറെല്ലാം തനിക്ക് വേണ്ടി കണ്ടെത്തി തരാനായി പറയുന്നു. എന്നാൽ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് ട്രഷറൊന്നും കണ്ടെത്താൻ സാധിക്കാതെ വന്നതും ഇത് കണ്ട് ദേഷ്യം വന്ന ഗ്രൂപ്പിന്റെ തലവൻ നേരെ പാറയുടെ സൈഡിൽ ചെന്നിരുന്നതും പെട്ടെന്ന് അതിനിടയിലുണ്ടായിരുന്ന ഒരു വിടവിൽ നിന്നും ഒരു പെൻഗ്വിൻ വായിൽ സ്വർണ്ണ ബിസ്ക്കറ്റുമായി പുറത്തേക്ക് വരുന്നത് കണ്ട് ഇയാൾക്ക് ഇത് വളരെ അതിശയമായി തോന്നുന്നു. അയാൾ വേഗം തന്നെ ഈ കാര്യമെല്ലാം തന്റെ കൂടെ വന്നിട്ടുള്ള മറ്റു ജോലിക്കാരുടെ അടുത്ത് പറഞ്ഞതും അവരാരും ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാകാതെ ആക്രമണം കാരണം തലവന്റെ കിളി പോയതാണെന്നെല്ലാം പറയുന്നു. എന്നാൽ ഇവരെല്ലാം നോക്കി നിൽക്കെ മറ്റൊരു പെൻഗ്വിനും വായിൽ സ്വർണ്ണ ബിസ്ക്കറ്റുമായി വന്നതും ആ പെൻഗ്വിൻ അവിടെ നിന്നും ഓടിപ്പോകുന്നത് കണ്ട് തലവനും അതിനെ ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെ കടലിനടിയിലൂടെ കുറെ ദൂരം നീന്തിപ്പോയതും തലവൻ തന്റെ കയ്യിലെ മാപ്പിനകത്തുള്ളതുപോലത്തെ ഒരു ഗുഹ കണ്ടതും അവൻ നേരെ അതിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നു. ഗുഹയുടെ അകത്തേക്ക് പോയതും അവിടെ ഒരു ഷിപ്പ് നിറച്ച് സ്വർണ്ണമെല്ലാം ഇരിക്കുന്നത് കണ്ട് അയാൾക്ക് ഇതിൽ വളരെയധികം സന്തോഷമെല്ലാമാവുന്നു. എന്നാൽ ട്രഷർ കിട്ടിയ സന്തോഷത്തിൽ അയാൾ ഒച്ചത്തിൽ നിലവിളിച്ചതും ഇതെല്ലാം കേട്ട് അവന്റെ ചുറ്റും കൂടിയ പെൻഗ്വിനുകളെല്ലാം തലവനെ അവിടെ വെച്ച് ആക്രമിക്കാനായി നോക്കുന്നു. അയാൾ കുറെ അധികം മണ്ടത്തരങ്ങളെല്ലാം കാണിച്ച് ആ ഷിപ്പുമായി ഗുഹയിൽ നിന്നും പുറത്തേക്ക് വന്നതും തന്റെ ആൾക്കാരുടെ അടുത്ത് ചെന്ന് താൻ നൂറുകണക്കിന് പെൻഗ്വിനുകളെ കൊന്നിട്ടാണ് ഈ സ്വർണ്ണമെല്ലാം നേടിയതെന്ന് പറഞ്ഞ് ഒരു തള്ളുകഥയെല്ലാം ഉണ്ടാക്കി പറയുന്നു.